നമസ്തേ. ത്രിഗുണങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ത്രിഗുണങ്ങളുടെ സ്വാധീനത്താലാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യപ്പെടുന്നതെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. അവയുടെ സ്വാധീനത്തിന് വിധേയമായി ചെയ്യുന്ന കർമ്മങ്ങളുടെ വിഭജനത്തിലാണ് ചാതുർവർണ്ണ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അവയുടെ സ്വാധീനത്തിൽ പെടാതെ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. അവയെ വിഗുണകർമ്മങ്ങൾ എന്നാണ് വിളിക്കുന്നതെന്നും നാം മനസ്സിലാക്കി. മറ്റേത് ഗുണകർമ്മങ്ങൾ, ഗുണങ്ങളുടെ സ്വാധീനത്തിൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ ഗുണകർമ്മങ്ങൾ. അവയുടെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണ്യ വിഭജനം, ചാതുർവർണ്ണ്യ സൃഷ്ടി നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വിഭജനം നടത്തിയിട്ടുള്ളത്. ഈ ത്രിഗുണങ്ങൾ മനുഷ്യന്റെ എല്ലാ വ്യാപാരങ്ങളിലും എല്ലാ സ്വഭാവ സവിശേഷതകളിലും സ്വാധീനം ചെലുത്തുന്നു. നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഗുണങ്ങളുടെ അനുപാതം ഓരോ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിരിക്കുമെന്നും ആ ഗുണാനുപാതമാണ് ഒരാളുടെ വ്യക്തിത്വം നിർണയിക്കുന്നതെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആ ഗുണാനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ജന്മസിദ്ധമായി ഒരാളിലേക്ക് എത്തിച്ചേരുന്ന സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവയെക്കുറിച്ചാണ് നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെ ആ സ്വഭാവ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ രണ്ടു തരത്തിൽ മനുഷ്യനെ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ദൈവീ സമ്പത്തുള്ളവർ, മറ്റേത് ആസുര സമ്പത്തുള്ളവർ. എന്ന് വെച്ചാൽ ദൈവിക സ്വഭാവത്തോടുകൂടി, നല്ല നല്ല സ്വഭാവങ്ങളോട്, നല്ല സ്വഭാവത്തോടു കൂടി ജനിക്കുന്ന കുറേ ആൾ, നല്ല സ്വഭാവം ഉള്ള കുറേ ആൾക്കാർ, അവർക്കുള്ള നല്ല സ്വഭാവം കൈവരിക്കുന്നതിനുള്ള ശക്തി, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരിൽ ജന്മനാ തന്നെ ഉണ്ടാകുന്ന ഗുണാനുപാതമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആസുര സ്വഭാവമുള്ളവരുണ്ട്. അവർ ദേവന്മാരും അസുരന്മാരും. ദേവന്മാരുടെ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഒരു മികച്ച സ്വഭാവമുള്ള, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ സംസ്കൃത സ്വഭാവമുള്ളവരാണ് ദൈവിക സമ്പത്തോടു കൂടിയവർ എന്ന് അറിയപ്പെടുന്നത്. ഇനി അസുരന്മാരുടെ സ്വഭാവമുള്ളത്, അതായത് അപരിഷ്കൃതമായിട്ടുള്ള, ബാർബേറിയനായിട്ടുള്ള ചിന്തകളോടുകൂടി നടക്കുന്നവരാണ്. അവർ ആസുര സ്വഭാവത്തോടു കൂടിയവർ, ആസുര സമ്പത്തോടു കൂടിയവർ ആണ് എന്നും, അങ്ങനെ രണ്ടായിട്ട് മനുഷ്യരെ വിഭജിച്ചിരിക്കുന്നു. അങ്ങനെ വിഭജിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വിഭാഗക്കാരുടെയും സവിശേഷതകളെക്കുറിച്ച് പൊതുവായി പറയുന്ന അധ്യായമാണ് അധ്യായം 16. 24 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഇതിൽ ആസുര സമ്പത്തോടു കൂടിയവരുടെ രീതികൾ എന്തൊക്കെയാണ്, അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ദൈവസമ്പത്തോടു കൂടിയ ആൾക്കാരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് വിവരിക്കുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആദ്യം പറയുന്നത് ദൈവസമ്പത്തോടു കൂടി വരുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ ദൈവസമ്പത്തോടു കൂടി ജനിച്ച ആൾക്കാരുടെ വിശേഷങ്ങളെക്കുറിച്ചാണ്, അവരുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അവരെന്തൊക്കെയാണ് ശ്രീകൃഷ്ണൻ പറയുന്നു. 16:1 അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം. ഇതെല്ലാം അവരുടെ ഗുണങ്ങളിൽപ്പെട്ട തന്നെയുണ്ട്. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന ഗുണങ്ങളാണിത്. അഭയം, ഭയമില്ലായ്മ. സത്വസംശുദ്ധി, അതിൽ അവരുടെ വ്യക്തിത്വം നല്ല ശുദ്ധമായ വ്യക്തിത്വമായിരിക്കും, കളങ്കമില്ലാത്തവരായിരിക്കും അവർ. ജ്ഞാനയോഗ വ്യവസ്ഥിതി, എപ്പോഴും അവരുടെ ഉന്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവ് നേടണമെന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട്. അവർ മൂഢന്മാരായിട്ടിരിക്കുന്നത് അവർക്ക് താല്പര്യമില്ല. അവർ അറിവിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കും. ദാനം, അവർ മറ്റുള്ളവർക്ക് ദാനം നൽകും. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണമെന്നൊന്നും ഇവിടെ യാതൊരു നിർബന്ധവുമില്ല. ബ്രാഹ്മണർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ദാനം ചെയ്യുന്നതിനെക്കുറിച്ച്, എവിടെ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ഈ വേദ ഇതിഹാസ പുരാണങ്ങളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നൊരാൾ, ഒരു ഹിന്ദു വിരോധി, സ്ഥിരം ഹിന്ദു വിരോധി ഒരു വെല്ലുവിളി നടത്തിയതായിട്ട് ഞാൻ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഞാൻ അയാളുടെ വീഡിയോ കണ്ടില്ല, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ കണ്ടത്. അതിനുള്ള ഒരു മറുപടിയാണ്
ഞാൻ ഇവിടെ പറയുന്നത്. അതായത് ഈ അയാള് ഇപ്പോഴുള്ള ദാരിദ്ര്യത്തെ എടുത്തിട്ട് അത് പണ്ട് അതിനെന്താ പരിഹാരം ചെയ്യാതിരുന്നത്, അന്ന് എന്തുകൊണ്ട് കൊടുത്തില്ല, ഇന്നത്തെ ദരിദ്രർക്ക് അന്ന് എന്തുകൊണ്ട് ദാനം കൊടുക്കണമെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് അയാളുടെ ചോദ്യത്തിന്റെ ഒരു ഒരു എസൻസ് എന്ന് പറയുന്നത്. അതാണ് അന്ന് എന്നും ഭാരതത്തിന്റെ പൗരാണിക കാലത്തെല്ലാം ഇങ്ങനെ പട്ടിണി പാവങ്ങൾ ഇന്ന് നാം കാണുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന സങ്കല്പത്തിൽ നിന്ന് ഉറവെടുത്തതാണ് അയാളുടെ ചോദ്യം എന്ന് പറയുന്നത്. ദാനം എന്ന് പറഞ്ഞ ഈ ഭഗവത്ഗീത പലയിടത്തും ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ദാനത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ ദാനം എങ്ങനെയാണ്, ഉത്തമമായ ദാനം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ദാനം എന്ന് പറയുന്നത് ഒരു അർഹതപ്പെട്ട ഒരാൾക്ക് അതിൻ്റെ ഉചിതമായ സമയത്തും സ്ഥലത്തും വെച്ച് നൽകുന്ന ദാനമാണ് ഉത്തമമായ ദാനം. അത് പ്രത്യുപകാരമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ഒരു ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ടല്ലാതെ നൽകുന്ന ദാനമാണ് ഉത്തമമായ ദാനം എന്ന് പറയുന്നത്. ഇതിലെവിടെയാണ് ബ്രാഹ്മണർക്ക് കൊടുക്കണമെന്ന് പറയുന്നത്? അങ്ങനെ പറയുന്നില്ല. ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിചാരം ഈ പൂണൂല് വിട്ട് നടക്കുന്ന കുറെ ചില ജാതിക്കാർ പൂണൂല് വിട്ട് അവർ ബ്രാഹ്മണരാണെന്നും പറഞ്ഞെടുക്കുന്നുണ്ട്. അവരെ അല്ല ഈ വേദങ്ങളിലൊന്നും ഉദ്ദേശിക്കുന്നത്, അവരെ വിവേക്ഷിക്കുന്നത്, ബ്രാഹ്മണൻ എന്നുള്ള പദം കൊണ്ട് വിവേക്ഷിക്കുന്നത് അവരെ അല്ല. ബ്രാഹ്മണൻ എങ്ങനെ ജീവിക്കണം, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പഠിപ്പുള്ളവനാണ്, വേദജ്ഞാനമുള്ളവനാണ്. അവൻ എങ്ങനെ ജീവിക്കണമെന്ന് മനുസ്മൃതിയിൽ പോലും പറയുന്നുണ്ട്. അവന്റെ ഉപജീവനം എന്ന് പറയുന്നത്, അവൻ ഈ കൊയ്ത്ത് നടക്കുമ്പോൾ കതിരുകൾ അടർന്ന് വീഴത്തില്ലേ, അത് പെറുക്കി ജീവിക്കണമെന്നാണ് പറയുന്നത്. ഭിക്ഷ എടുത്ത് ജീവിച്ചവരാണ് എല്ലാം നമ്മളുടെ ആചാര്യന്മാരെല്ലാം. അത് അവരുടെ പഠിക്കാൻ ചെല്ലുന്നവരുടെ ഒരു ഡ്യൂട്ടി അതായിരുന്നു. ഡെയിലി ഭിക്ഷ എടുത്ത് കൊണ്ടുവരിക, അത് ആചാര്യന്റെ കയ്യിൽ കൊടുക്കുക, ആചാര്യൻ എല്ലാവർക്കും അത് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതിനുള്ള സംവിധാനമാണ് ആചാര്യ കുലത്തിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. അതായത് അവർക്ക് ഒരു ഭോഗസുഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ടാക്കി കുന്നുമുട്ടി വെക്കുക എന്നുള്ളതല്ല, ആ രീതിയിലല്ല അവർ ജീവിച്ചിരുന്നത്. അതുകൂടെ മനസ്സിലാകും. അപ്പൊ അവർക്ക് ദാനം ചെയ്യുന്നതില്ല, അവർ അറിവിന് വേണ്ടി സ്വയം ജീവിതം തന്നെ സമർപ്പിച്ചവരാണ്. അപ്പൊ അവർക്ക് ദാനം ചെയ്യുന്നല്ലേ അതൊരു പുണ്യം തന്നെയാണ്. അല്ലാതെ ഈ ഭൂണൂലിട്ട് വരുന്നവർക്ക് കൊടുക്കുന്നതല്ല പുണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം. അവർക്ക് അതുകൊണ്ട് ദാനം ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇത് പിടിത്താള് പേർക്ക് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ പണ്ട് ഇതുപോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിടിത്താള് പെറുക്കുക, കൊയ്ത്ത് കഴിയുമ്പോൾ അതിന്റെ പുറകിന് പിള്ളേർ പോവും പിടിത്താള് പെറുക്കാൻ. കുറെ നെല്ല് കിട്ടും, അത് അവർ കുത്തി അത് വീട്ടിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഈ ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിന് ചില വ്യവസ്ഥകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. മനുസ്മൃതിയിൽ തന്നെ പറയുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് നേടുന്നവൻ, അതുപോലെ തന്നെ 3 ദിവസത്തേക്ക്, 30 ദിവസത്തേക്ക്, അങ്ങനെയൊക്കെ നേടുന്നവരുണ്ട്. അവരിൽ ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള ഒരു ഒറ്റ ദിവസത്തേക്ക് മാത്രം ധാന്യം സംഭരണിച്ച് വെക്കുന്നവനാണെന്ന് അതിനകത്ത് പറയുന്നു. അതാണ് ഈ ബ്രാഹ്മണരുടെ ജീവിതക്രമമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ദാനം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? അതുമല്ല, നമ്മൾ ഏത് സമൂഹമാണ് വിജ്ഞാന വിഭാഗത്തിനായിട്ട് സ്വയം സംഭാവന ചെയ്യാത്തത്? ഏത് സമൂഹമാണുള്ളത്? അതിനെയൊക്കെ വളരെ മോശമായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അന്ന് ഈ ദരിദ്രന്മാര് ഇതുപോലെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ധരിച്ചാലേ നമുക്ക് അന്ന് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ എന്നൊരു ആക്ഷേപത്തിന് ഇടയുള്ളൂ. അന്ന് ഈ രാമായണം വായിച്ചു നോക്കണം. അധ്യാത്മ രാമായണമായാലും വാൽമീകി രാമായണമായാലും വായിച്ചു നോക്കണം. രാമന്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു ജനങ്ങൾ സമ്പദ് സമൃദ്ധിയോടുകൂടി കഴിഞ്ഞതെന്ന് അതിനകത്ത് വിവരിക്കുന്നുണ്ട്. പട്ടിണികളിൽ ഇത് ഗർഭം അലസുന്ന പരിപാടി പോലും ഇല്ലെന്നാണ്. മരണങ്ങളെന്ന് രോഗികളില്ല. ആ കണക്കിനുള്ള നല്ല സുന്ദരമായിട്ടുള്ള ഒരു ജീവിതമാണ് രാമൻ തൻ്റെ പ്രജകൾക്കായിട്ട് നൽകിയിരുന്നത്. അതൊക്കെയാണ് നമ്മൾ പഴയ കാര്യങ്ങൾ പഠിക്കേണ്ടത്. പഴയ കാലത്ത് നീതിബോധം, പഴയ കാലത്തെ സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വേണം കാണാൻ. അതില്ലാതെ ദാനമെന്ന് ഏതെങ്കിലും ബ്രാഹ്മണന് ദാനം കൊടുക്കണമെന്നല്ലേ എല്ലാവരും പറഞ്ഞു തരാം. അങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ക്ഷുദ്രജീവികളാണ്. അത്രയേ ഉള്ളൂ. ഇനി അതുപോട്ടെ, ദാനം, ദമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. യജ്ഞം, സ്വാധ്യായം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പഠിക്കുക, സ്വയം പഠിക്കുക. ആർജവം, ഋതിത്വം വേണം. മനസ്സിലും, അതായത് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം
ഒരു ചിന്തയ്ക്കനുസരിച്ച് വേണം പ്രവൃത്തിക്കനുസരിച്ച് വേണം പറയുന്നത്. ചിന്തയ്ക്കനുസരിച്ച് പറയണം, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് ആർജവം എന്ന് പറയുന്നത്. ഇനി അതായത് അഭയം സംസിദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം. ഇനി അടുത്തത് 16:2 അഹിംസ സത്യം അക്രോധക ത്യാഗശാന്തിരപൈശുനം ദയാ ഭൂതേഷു അലോലുപ്ത്വം മാർദ്ദവം ഹ്രീരചാപലം. അഹിംസ എല്ലാവർക്കും അറിയാമല്ലോ. സത്യം, അതും എല്ലാവർക്കും അറിയാം. അക്രോധം, ക്രോധമില്ലാതിരിക്കുക. ത്യാഗം, അതും എല്ലാവർക്കും അറിയാം. ശാന്തി, അതും എല്ലാവർക്കും അറിയാം. അപൈശുനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് പറയാതിരിക്കുക. അത് കൊതിഞ്ഞുണയും പറയാന്ന് നമ്മൾ പറയത്തില്ല, അത് തന്നെയാണ്. ദയാ ഭൂതേഷു അലോലുപ്ത്വം, ഭൂതങ്ങളോടെല്ലാം കാരുണ്യം കാണിക്കുക, അവയോട് ദയ കാണിക്കുക. മാർദ്ദവം, മൃദുവായിട്ട് പെരുമാറുക, സംസാരിക്കുക. ഹ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡസ്റ്റി, അതായത് വിനയം വേണം. അചാബലം, ചപലമാകരുത്. ഓരോന്ന് ചാടി മറ്റിടത്തേക്ക് പോകുന്നു, അങ്ങനെ ചപലത്വം പാടില്ല, ഒരു ചഞ്ചലത്വം പാടില്ല. അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് വേണം. ക്ഷമ, തേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ഒരു ശക്തി. ക്ഷമ, ധൃതി എന്ന് പറയുന്നത് ധൈര്യം. അതായത് ഒരു കാര്യത്തിൽ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ്, അതാണ് ധൃതി എന്ന് പറയുന്നത്. ശൗചം, ശുദ്ധി, മനസ്സിനും ദേഹത്തിനും അതുപോലെ പ്രവൃത്തിയിലുമൊക്കെ ശുചിത്വം പാലിക്കുക. മനുസ്മൃതി പറയുന്നത് ഏറ്റവും വലിയ ശുചി എന്ന് പറയുന്നത് അർത്ഥശുചിയാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് നേടുന്നതിലും വിനിയോഗിക്കുന്നതിലുള്ള ശുചിത്വം, അതാണ് സത്യസന്ധത. അതാണ് ഏറ്റവും വലിയ ശുചിത്വമായിട്ട് മനുസ്മൃതി പറയുന്നത്. അദ്രോഹോ ന അതിമാനിത, ആരെയും ദ്രോഹിക്കാതിരിക്കുക. ഞാൻ വലിയ ആളാണെന്നുള്ള വലിയ അതിമാനിത എന്ന് വെച്ചാൽ വലിയ അഭിമാനം, വലിയ ദുരഭിമാനം, അങ്ങനൊന്നും പാടില്ല. ഇതൊക്കെയാണ് ദേവീ സമ്പത്തുള്ളവരുടെ പ്രത്യേകതകൾ. ഇനി ആസുര സമ്പത്തുള്ള അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദംഭം എന്ന് വെച്ചാൽ ഒരു വലിയ പ്രകടനാത്മകത, അതാണ് ദംഭം. പൊങ്ങച്ചം, ദർപ്പം, അഹങ്കാരം, ഔദ്ധത്യം. അതിമാനശ്ച, അതിമാനിത എന്നായിരുന്നു മറ്റേ ആൾക്ക് ദൈവിക സമ്പത്തുള്ളവർക്ക്. ഇവിടെ അതിമാന്യതയുണ്ട്, വലിയ ദുരഭിമാനമുള്ളവരാണ്, ക്രോധമുള്ളവനാണ്. മറ്റേ അക്രോധമായിരുന്നു. പരുഷമായ വാക്കുകളോടുകൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നമുക്കറിയാം, ഇതുപോലുള്ള കുറെ ആൾക്കാരെ, വലിയ നേതൃസ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. പാരുഷ്യം, ഏവച്ച അജ്ഞാനം, അറിവില്ലായ്മ, അഭിജാതശ്ച പാർത്ഥ സമ്പദമാസുരീം. ഇതൊക്കെയുള്ള ആൾക്കാരാണ് ആസുര സമ്പത്തുള്ളവർ എന്നാണ് ഇവിടെ പറയുന്നത്. അത് 16:4. ഇനി ഇപ്പൊ ഇത് ഇത്രയും കേട്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ദേവീ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് അങ്ങനെയുള്ളവര് ഒരു ഉയർന്ന ചിന്താഗതിക്കാര്, അവര് വിമോക്ഷായ, അവർക്ക് മോക്ഷം കിട്ടും, അവർക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധനങ്ങൾ ഉണ്ടാവത്തില്ല. എന്നാൽ ആസുര സമ്പത്തുള്ളവർക്ക് ബന്ധനം തീർച്ചയാണ്. അവർക്ക് ബന്ധനങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ തരത്തിലുള്ള 2 ഭൂത സൃഷ്ടികളാണ് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലുള്ളതെന്ന് 16:6 ശ്ലോകത്തിൽ പറയുന്നു. ദ്വൗ ഭൂത സർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവച്ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥ മേ ശൃണു. ദൈവസമ്പത്തുള്ളവരെ കുറിച്ച് ഞാനിപ്പം കുറെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആസുര സമ്പത്തുള്ളവരെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇനി ഞാൻ വിശദമായിട്ട് അത് പറയാം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന്ന വിദുര ആസുരാഹ ന ശൗചം ന അപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. അതായത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്നുള്ളത് ഈ ആസുര ജന്മക്കാർക്ക്
അറിയത്തില്ല. അവർ എന്തും ചെയ്യും. ന ശൗചം ന അപി ശൗചം, അവർക്ക് ശുദ്ധിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ശുദ്ധി ഏതെല്ലാം തരത്തിലുണ്ട്, അതൊന്നും അവർക്കില്ല. തോന്നിയ വാസമാണ്. ആചാരോ പെരുമാറ്റം, അത് പെരുമാറ്റം എങ്ങനെ പെരുമാറണമെന്നുള്ള അവർക്ക് അറിഞ്ഞൂടാ. സത്യം തേഷു വിദ്യതേ, സത്യവാക്കുകളല്ല അവർക്ക്, സത്യമല്ല അവർക്ക് സത്യം ഒരു പ്രശ്നമല്ല. നമുക്കറിയാം ചില കക്ഷിക്കാരുണ്ട്, അവർക്ക് സത്യവും ധർമ്മവും ഒന്നും അല്ല പ്രശ്നം, പാർട്ടി താല്പര്യമാണ്. പാർട്ടിക്ക് ഇത് ഗുണം ചെയ്യൂ, അത് മാത്രമാണ് പാർട്ടിക്ക് ഗുണം ചെയ്യുമെങ്കിൽ എന്ത് ഹീനത പ്രവർത്തിക്കാനും അവർ തയ്യാറാണ്. അതാണ് ഇവിടെ പറയുന്നത്, സത്യം തേഷു ന വിദ്യതേ, അവരില്ല സത്യമൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. അസത്യം അവരും ചിന്തിക്കുന്ന ഈ ലോകത്തെ ചിന്തിക്കുന്ന അപ്രതിഷ്ഠമാണ് ഈ ലോകം. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം, ഈ ലോകം അനീശ്വരമാണ്. അതിന് ഒരു ഈശ്വരന്റെ സൃഷ്ടി അല്ല, ഈശ്വരനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ല ഈ ലോകം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ശക്തിയിൽ അധിഷ്ഠിതമല്ല ഈ ലോകം എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് അസത്യമാകുന്നു. ഇവിടെ നമ്മുടെ ആത്മീയ ചിന്തകൾ പറയുന്നത് ഈ ലോകം സത്യമാണെന്നാണ്. സത്യമാണ്, മായയാണെന്ന് ശങ്കരാചാര്യര് പറഞ്ഞത് ഈ അർത്ഥത്തിലല്ല, അൺറിയൽ എന്നുള്ള അർത്ഥത്തിലല്ല. അത് നമ്മൾ മനസ്സിലായി. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത് മായയാണ്. എന്നുവെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു രൂപമില്ലാത്തതാണ് ഈ ലോകം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മജ്ഞാനാവലിമാല, വിവേക ചൂടാമണി എന്നീ കൃതികളിൽ രണ്ടിലും ഈ ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ട് ഇതിന് വിശദീകരിച്ചിട്ടുണ്ട്. അത് രൂപങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു യുക്തിവാദി തന്നെ കഴിഞ്ഞ കുറെ നാൾ മുമ്പ് ഇങ്ങനെ ചോദിക്കുന്നിട്ട്, ഞാൻ ഏത് മനുഷ്യനെയാണ് വിശ്വസിക്കേണ്ടത്? ഇന്ന് കാണുന്ന മനുഷ്യനല്ല അടുത്ത ദിവസം കാണുന്നത്. അത് തന്നെയാണ് ശങ്കരനും പറഞ്ഞത്. അതാണ് മായയായിട്ട് അദ്ദേഹം മായ എന്ന ടെക്നിക്കൽ വേർഡ് ഉപയോഗിച്ച് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല ഇത് ഇല്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇവരാണ് അസത്യമാണിതെന്ന് പറയുന്നത്. സത്യമാണെന്ന് ആത്മീയ ഗ്രന്ഥങ്ങൾ, ഹിന്ദു ആത്മീയ ഗ്രന്ഥങ്ങൾ, സത്യം എന്ന് വെച്ചാൽ സത്തിനാൽ നിലനിർത്തപ്പെടുന്ന അസത്ത്, അതാണ് സത്യം. അതിന് നിർവചനമുണ്ട്. അത് ഈ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആ സത്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിലും പറയുന്നുണ്ട്. അതിനേക്കാൾ വ്യക്തതയോടുകൂടി ചാന്തോക്യ ഉപനിഷത്തിലും പറയുന്നുണ്ട്. 8:3-5 ചാന്തോക്യ ഉപനിഷത്തിൽ അതിന്റെ നിർവചനം കൊടുത്തിട്ടുള്ളത്. അത് നോക്കിയാൽ അറിയാം. അപ്പൊ അസത്യമാണ്, അപ്രതിഷ്ഠമാണ് എന്ന് വെച്ചാൽ ഇതിന് ഒരു അധിഷ്ഠാനം വേറെ ഒന്നുമില്ല, വേറെ ഒന്നിനെ ആശ്രയിച്ചല്ല ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അനീശ്വരമാണ്. എന്നുവെച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. അത് ആരുടെയും നിയന്ത്രണത്തിൽപ്പെട്ടു പോകുന്നതല്ല, നിയന്ത്രണത്തിനനുസരിച്ച് പോകുന്നതല്ല. അപരസ്പര സംഭൂതം, ഒന്നിൽ നിന്നും മറ്റൊന്ന് വരിക, ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളതല്ല. ഇത് അങ്ങനെ ഒരു പരിപാടിയേ ഇതിനില്ല. ഇതിങ്ങനെ നിലനിൽക്കുന്നു, എന്നെന്നും നിലനിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവരിത് പറയുന്നത്. അതായത് എന്നും ഇതുപോലെ ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം എന്നർത്ഥം. കിമന്യത് കാമഹൈതുകം, ഇത് ഈ ഓരോ നമ്മളുടെ ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കാമങ്ങൾ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നും അവർ പറയുന്നു. ഏതാം ഈ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് നഷ്ടാത്മാനോ അല്പബുദ്ധയക പ്രഭവന്തി ഉഗ്രകർമാണക, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ എന്ത് ഉഗ്രകർമ്മം വേണമെങ്കിലും ചെയ്യും. ക്ഷയായ ജഗതോ അഹിതാഹ, ലോകത്തിന്റെ ഈ ജഗത്തിന്റെ അഹിതത്തിന്, അതിന്റെ ക്ഷയത്തിന് വേണ്ടി, ക്ഷയത്തിന് കാരണമാകുന്ന തരത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്കറിയാം. ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടവരുടെ ഒരു സ്വഭാവമാണ് വാസ്തവത്തിൽ ഇവിടെ വിവരിക്കുന്നത്. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാന മദാന്വിതാഹ മോഹാത് ഗ്രഹീത്വ അസദ്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചി വ്രതാഹ. അപ്പൊ അതാണ് ഇങ്ങനെ ഒരിക്കലും ശമിക്കാത്ത കാമങ്ങളുടെ ആഗ്രഹങ്ങളോടുകൂടി അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സ്വീകരിക്കാൻ, അത് നേടാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത ഓരോ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ചരടുകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട് അവർ
ധാരാളം സമ്പത്ത് അന്യായ മാർഗത്തിൽ കൂടി സമ്പാദിച്ചു കൂട്ടുന്നു. ഇതൊക്കെയാണ് അവരുടെ ഈ ആസുര സമ്പത്തുകാരുടെ കാര്യം പറയുവാണ്. ഞാനാണ് ഞങ്ങൾ ഇതാണ്ട് ഇത് നേടി, ഇനിയിപ്പം ഞങ്ങൾ മറ്റതും കൂടെ നേടും. ഇത്രയും പൈസ ഞങ്ങൾ ഉണ്ടാക്കി, ഇനിയും ഞങ്ങൾ കുറെ പൈസകളൂടെ ഉണ്ടാക്കും. അവനെ ഞങ്ങൾ വകവരുത്തി, ഇനിയും മറ്റേ ശത്രുവിനെയും ഞങ്ങൾ വകവരുത്തും. 1 2 3 നമ്മൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെയാണ് അവരുടെ മനോഭാവം. ഇവരൊക്കെ ആസുര സമ്പത്തുള്ളവരാണെന്ന് അർത്ഥം. ആഢ്യോ ജനവാനസ്മി കോ അന്യോ അസ്തി സദൃശോമയ. ഞാൻ ആഢ്യനാണ്, അഭിജനവാനാണ്. എന്ന് വെച്ചാൽ ഞാൻ വലിയ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വന്നിട്ടുള്ളവരെ, ഞങ്ങളൊക്കെ പ്രത്യേക വർഗക്കാരാണ് എന്നർത്ഥം. അങ്ങനെ അഭിമാനിക്കുന്നവരാണ് അവര്. ഞങ്ങളെക്കാൾ വലിയ ആൾക്കാരുണ്ട്. യക്ഷിയെ ഞങ്ങൾ ദാനം ചെയ്യും. യക്ഷിയെ ദാസ്യാമി മോദിഷ്യ നിത്യജ്ഞാന വിമോഹിതാക. ഇങ്ങനെയാണ് അജ്ഞാനം കൊണ്ട് മോഹിക്കപ്പെട്ട ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങള് യജ്ഞമൊക്കെ നടത്തും, അതിനകത്ത് ഞങ്ങള് ദാനം നടത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അനേക ചിത്ത വിസ്പ്രാന്ത മോഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. ഇങ്ങനെ ഈ ചിത്തവിഭ്രാന്തത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെയൊക്കെ അന്ത്യം ഏതാണ്? ഇവരൊക്കെ നരകത്തിൽ പതിക്കും എന്നാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. ഇവര് മറ്റുള്ളവരിലുള്ള ഈശ്വരത്വവും ഈ കൃഷ്ണനിലുള്ള, അതായത് തന്നിൽ തന്നെ ഉള്ള ഈശ്വരത്വത്തെയും ഒക്കെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നവരാണ്. അവരെ ഞാൻ ഇത്തരം ക്രൂരാൻ അങ്ങനെയുള്ള ക്രൂരന്മാരായിട്ടുള്ളവരെ, നരാധമന്മാരായിട്ടുള്ളവരെ ഞാൻ ആസുരമായിട്ടുള്ള യോനികളിലേക്ക് അയക്കും എന്ന് പറഞ്ഞാൽ അവർ ആസുരമായിട്ടുള്ള യോനികളിൽ ചെന്ന് പിറക്കും. എന്ന് വെച്ചാൽ അവര് അസുര സമ്പത്തോടുകൂടി വീണ്ടും വീണ്ടും ജനിച്ചു കൊണ്ടിരിക്കും അർത്ഥം. അല്ലാതെ ഇവൻ ഇവിടുന്ന് പോയിട്ട് പിന്നെ വേറെ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അവൻ ആസുര സമ്പത്തുള്ള ആളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അവന് ഓരോരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഓരോരോ കാലം കഴിയുമ്പോഴും അവന് ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവന് യാതൊരു മേൽഗതിയും ഉണ്ടാവുകയില്ല. ഈ ലോകത്ത് നരകത്തിലേക്കുള്ള 3 വഴികളാണുള്ളത്. അതും പറയുന്നു. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ. സ്വയം നശിപ്പിക്കുന്നതായിട്ടുള്ള 3 തരം ദ്വാരങ്ങളാണ്. ത്രിവിധം നരകസ്യ, നരകത്തിന്റെ 3 തരം ദ്വാരങ്ങൾ, വാതിൽ, നരകത്തിലേക്കുള്ള വാതിൽ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? കാമ ക്രോധ തഥാ ലോഭഃ തസ്മാദേതത്രയം ത്യജേത്. 3 എണ്ണമാണ് നരകത്തിലേക്കുള്ളത്. ഈ 3 വാതിലിൽ കൂടെ ഏതിൽ കൂടെ വേണമെങ്കിലും കാമം, ക്രോധം, അതുപോലെ ലോഭം. ലോഭം എന്ന് പറഞ്ഞാൽ അന്യന്റെ അത്യാഗ്രഹം, അന്യന്റെ മുതലൂടെ ആഗ്രഹിക്കുക. അത്യാഗ്രഹം എന്നാണ്, ഗ്രീഡാണ് ലോഭം എന്ന് പറഞ്ഞാൽ. കാമക്രോധ തഥാ ലോഭക തസ്മാദേതത്രയം ത്യജേത്. അങ്ങനെ നരകത്തിലേക്ക് പോകണ്ടെങ്കിൽ ആ 3നെയും നിങ്ങൾ ത്യജിക്കുക. ആ 3നെയും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വിമുക്തരാകാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല വഴിക്ക് നിങ്ങൾ സഞ്ചരിക്കും. നല്ല രീതിയിൽ നിങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. നിങ്ങൾ കൃതകൃത്യരായിത്തീരും. ശാസ്ത്രവിധികൾ അനുസരിച്ച് ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യണം, ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ശാസ്ത്രവിധികൾ അനുസരിച്ച് നീ കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്താൽ നിനക്ക് പരമമായ സുഖത്തെ പ്രാപിക്കാൻ പറ്റും. അങ്ങനെ നീ ചെയ്യേണ്ടത് ഇതാണ്. ഈ ദ്വാരങ്ങളെയൊക്കെ, കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയൊക്കെ ഒഴിവാക്കി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നീ പരിശ്രമിക്കുക. അതാണ് നീ ചെയ്യേണ്ടത്. അതിനെന്താ വേണ്ടത്? ശാസ്ത്രവിധികളെ ഈ വേദങ്ങളിൽ, അതായത് ഉപനിഷത്തുകളിലും ഇതിൽ തന്നെയും പറയുന്ന ശാസ്ത്രവിധികളെ നീ ഉൾക്കൊള്ളുക. അതിനനുസരിച്ച് കർമ്മം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നീ പുതിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കും. അങ്ങനെയുള്ളവർ കെട്ടിപ്പടുക്കും. അവർ പുതിയ നല്ല വഴികളിലേക്ക് നീങ്ങും എന്നർത്ഥം. അവർ
എങ്ങനെ ഈ ആസുര സ്വഭാവത്തോടു കൂടിയവരാണെങ്കിൽ പോലും അവർക്ക് അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വരാൻ പറ്റും. അതിന് കാലം കുറെ കഴിയണം എന്നർത്ഥം. ഒരു നിരന്തരമായ പ്രയത്നം വേണം എന്നർത്ഥം. ഇങ്ങനെ ഉപദേശിച്ച് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ അകാര്യ വ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. നീ ഇത് ചെയ്യാനാണ് നിനക്ക് ബാധ്യതയുള്ളത്. ശാസ്ത്രവിഹിതമായിട്ടുള്ള നീ കർമ്മങ്ങൾ ചെയ്യുക. അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രവിധികൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നീ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 24 ശ്ലോകങ്ങളുള്ള 16-ാം അധ്യായം സമാപിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത അധ്യായം കാണുന്നതിനാക്കി തൽക്കാലം നിർത്താം. നന്ദി, നമസ്കാരം.